ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പ്ലേറ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് എന്നാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എൻ്റെ പൊന്നി ചേച്ചി ഈസ്റ്റർ പോയി അടുത്ത ഈസ്റ്റർ വരാറായി, എന്നിട്ടാണോ ഇപ്പോഴാണോ വീഡിയോ ഇടണമെന്ന് ചോദിക്കും. അങ്ങനെയുള്ള കമൻസുകൾ ഞാൻ ഈ വീഡിയോയിൽ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷത്തോടെയും ആസ്വദിച്ചും കഴിച്ചൊരു എന്താ പറയുന്നത്, ഒരു ഈസ്റ്റർ ആയിരുന്നു ഇത്. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് കഴിച്ചാൽ നല്ലത്. ഇപ്പം ഓട്ടമായിരുന്നല്ലോ, അതുകൊണ്ട് വീഡിയോ പോയിട്ട് ഫോൺ എടുക്കാനുള്ള നേരം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് സമാധാനമായിട്ടാണ് ഞാൻ കഴിച്ചോളൂ. എൻ്റെ ഓൺകോൾ ഡ്യൂട്ടി അല്ലായിരുന്നു, അതെന്നെ ആസ്വദിച്ചിരുന്നു ഞാൻ ഫുഡ് കഴിച്ചു. സമയം എടുത്താണ് കഴിച്ചത്. നല്ല ഒന്നാന്തരം ബീഫ് ഒലത്തിയതുണ്ടായിരുന്നു. നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല എരിവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പ്ലസ് നമുക്ക് മോരുകറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്വന്തം കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള ചീര തോരൻ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂട്ടി ഒരൊറ്റ പിടി അങ്ങ് പിടിച്ചേച്ച് എൻ്റെ പൊന്നു മക്കളെ വയറ് വരെ നിറഞ്ഞു പോയിട്ട് എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഒരു ദണ്ണത്തിലായിരുന്നു ഞാനിരുന്നത്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. ഓക്ക് ഞാൻ കൊടുത്ത പ്ലേറ്റും ചോറും വേറെ ഒഴിക്കും. ഓള് ഫ്രിഡ്ജിമേ പോയിട്ട് ഇപ്പോൾ തെങ്ങ് കയറ്റം പിടിക്കുകയാണ്. അവളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇട്ടിരുന്നതായിരുന്നു ആ കാർഡ് ബോർഡ് കേട്ടോ, നമ്മൾ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ. അതൊക്കെ ഓള് പറമ്പിലെറിഞ്ഞു പോട്ടെ. പിന്നെ നമ്മൾ ഈവനിങ്ങിന് നമ്മളൊരു ഗെറ്റ് ടുഗദർ മാതിരിയായിരുന്നു. നമ്മൾ ഓരോരുത്തരും ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ബീഫും ഫ്രൈഡ് റൈസും ആയിരുന്നു ഉണ്ടാക്കി. അപ്പോൾ നൈറ്റ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചെറിയൊരു സംഭവങ്ങളൊക്കെ പോലെ ഒരു പാർട്ടിയൊക്കെ നടത്തി ചെറുതായിട്ട് ജ്യൂസും ഒക്കെ കുടിച്ച് ഞങ്ങൾ അന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ, സീ യു.